അപ്പോൾ ഞാൻ ഇന്ന് ഹൈദരാബാദ് പോകുന്നത് രാവിലെ 3 മണി സമയമായി. എൻ്റെ ട്രെയിൻ 3 മണിക്കാണ്, 3 മണിക്ക്. അപ്പം വണ്ടിയില്ല കൊണ്ടുപോകാൻ. അപ്പോൾ ആരെങ്കിലും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കണ്ണൊക്കെ ചുമന്നിരിക്കും, ഉറങ്ങിയിട്ടില്ല. 3 മണിക്ക് ട്രെയിനാണ്. ഒരു 6 മണിയാകും ആലുവ ചെല്ലും. ആലുവയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ എയർപോർട്ടിൽ 9:05 ഫ്ലൈറ്റ്. ഓക്കെ ഗൈസ്, ബാക്കിയുള്ള വീട്ടിൽ കൊടുക്കണം. ഓക്കെ, 4 മണിയായി, ആരുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ആരുമില്ല ഗൈസ്. ഓക്കെ, വണ്ടി ഇപ്പം വരും. വണ്ടി വന്നാലുണ്ട് ഞാൻ പോകുന്നതായിരിക്കും നേരെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ ഗൈസ്. വണ്ടിയായിട്ട് പോയിരിക്കും. അവർക്ക് വേറൊരു ചേട്ടൻ കൂടെ ഉണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. കോട്ടയം സീറ്റ് ഇവിടെ ഒഴിവാണ്. സ്ഥലത്തൊക്കെ ഇരിക്കാം. ഓക്കെ, പോസ്റ്റ് 1 മണിക്കൂർ ട്രെയിൻ ലേറ്റാണ്. ഇപ്പോൾ അടുത്ത ട്രെയിൻ വന്നു, ബാംഗ്ലൂരിൽ നിങ്ങളുടെ വന്ന ട്രെയിൻ. അപ്പോൾ അത് പോസ്റ്റായിട്ട് ഈ ട്രെയിൻ വന്നു. നമ്മുടെ ട്രെയിൻ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. ഞാൻ പോസ്റ്റായിട്ട് നിൽക്കുക. ഇതുകൊണ്ട് അടുത്ത ട്രെയിൻ വന്നു, മലബാർ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 ട്രെയിനാണ് ഇവിടെ വന്നത്. 3 ട്രെയിൻ വന്നിട്ട് എൻ്റെ ട്രെയിൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുക. വണ്ടിയാണ് ലേറ്റാണ്, വേറെ വണ്ടിയൊന്നുമില്ല. പ്രതീക്ഷിക്കുന്ന വണ്ടി വരുന്നു. പിന്നെ മലബാർ എക്സ്പ്രസ്സിൽ നിന്ന് ഇപ്പോൾ മലബാർ വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ വണ്ടി. 4:20 വരുന്ന ട്രെയിൻ, എത്ര നേരമായിട്ട് ട്രെയിൻ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രതീക്ഷിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഒരു 10 മണിക്ക് വേറെ ഫ്ലൈറ്റ് ഉണ്ട് ബാംഗ്ലൂർ. ആ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് 1:15 ബാംഗ്ലൂർ ടു ഹൈദരാബാദ്. അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. 3:32 കോച്ചം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ട്രെയിനിൽ കയറി. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും ഇനി ആലുവയിൽ ചെല്ലാൻ. അപ്പോൾ ആലുവയിൽ ചെന്നാൽ മാത്രമേ എനിക്ക് ഫ്ലൈറ്റ് കൺഫേം കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇപ്പോഴും ടെൻഷനിൽ 6 മണിയായി ടൈം. 1.5 മണിക്കൂർ 7:30 ചെല്ലുവാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് എയർപോർട്ടിൽ ചെല്ലാൻ പറ്റും. ഇല്ലെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമല്ലോ. വണ്ടി ഇപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എടുക്കാൻ പോകുന്നുണ്ട്. വണ്ടി എടുത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
ആരുമില്ല വണ്ടിക്കകത്ത്. ആരുമില്ല വണ്ടിയിൽ, എല്ലാവരും ഇറങ്ങി. ഇപ്പോൾ എറണാകുളം എത്തിയിരിക്കുകയാണ് മക്കളെ. ഗായസ് എറണാകുളം എത്തി. ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ. ഓക്കെ, ഓർഡർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ആലുവ വെച്ചിട്ട് കറക്റ്റ് 6 മണിക്കടുത്ത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പം ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവാം. 20 മിനിറ്റ് കൊണ്ട് ചെല്ലാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തി, ആലുവ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഞാനവിടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. ഇനി ഓട്ടോറിക്ഷ പോയി വെച്ച് ഇവിടെ എയർപോർട്ടിൽ പോകണം. ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവാണ് ഗൈസ്. ഓട്ടോ സ്റ്റാൻഡ് ഓടി പെട്ടെന്ന് പോയാൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ഓക്കെ, ഓട്ടോ സ്റ്റാൻഡ് വാദിക്കാനുണ്ട്. ഓട്ടോ പിടിക്കാൻ പോരും. ആലുവ ചേട്ടാ ഒരു എയർപോർട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഡിപ്പാച്ചറിലോട്ട് എത്തിയിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യണം. കഴിഞ്ഞ് ബോർഡിങ്. എത്ര മണിക്കാണ് ഫ്ലൈറ്റ് എന്നറിയില്ല. നമ്മുടെ ലഗേജ് സെക്യൂരിറ്റി ചെക്കിങ് എംറ്റിയാണ്. ഇതെല്ലാം ടിക്കറ്റ് കൗണ്ടേഴ്സാണ്. ഇത് സെക്യൂരിറ്റി ചെക്കിങ് ആണ് അവിടെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിനകത്ത് കയറിയിരിക്കുക. ബോർഡിംഗ് പാസ് എനിക്ക് എടുക്കണ്ട. ബോർഡിംഗ് പാസ് എടുക്കാതെ തന്നെ ഇവിടെ ഓൺലൈനായിട്ട് എടുത്ത ബോർഡിംഗ് പാസ് ഉണ്ട്. അപ്പോൾ അതാണ് എയർപോർട്ടിൽ. ഇവിടെയൊക്കെ ഭയങ്കര വില, പ്രൈസ് ആയിരിക്കും. സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വിലയായിരിക്കും. അവിടെ ഇതൊക്കെ ബാഗ് ഡ്രോപ്പ് ചെയ്യേണ്ട ആൾക്കാർ ബാഗ് 7 കിലോയ്ക്ക് മുകളിൽ ഉള്ളൊരു 15 കിലോ ഉള്ള ആൾക്കാർക്ക് എടുക്കാനുള്ള. അവിടെ പോയി ബാഗ് ചെക്കിൻ ചെയ്തിട്ട് നമുക്ക് ബാഗ് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയാണ് അവിടെ. അപ്പോൾ നമുക്ക് ചെറിയ ലഗേജ്, നമുക്ക് 7 കിലോ ഉള്ള ലഗേജ് ഉള്ളു. അപ്പം നമുക്ക് അതിൽ പോകാൻ പറ്റും. 7 കിലോ ഉള്ള ലഗേജ് ചെക്കിൻ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ചെക്കിൻ ചെയ്യണ്ട. എൻ്റെ 7 കിലോ അടുത്തേ ഉള്ളൂ. 15 കിലോയ്ക്ക് മുകളിലുള്ളവർക്കെല്ലാം ചെക്കിൻ ചെയ്ത് ബാഗ് അവിടെ കൊടുക്കണം. ചെക്കിൻ ചെയ്യണം. നമ്മുടെ കയ്യിലെ ബാഗ്. ഓക്കെ,
ഫ്ലൈറ്റിലാണ് 651 നമ്പറിലാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, ഫ്ലൈറ്റിൽ കയറാം. എയർപോർട്ടിലെത്തി നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നമ്പർ 2-ലാണ് നമ്മുടെ ബോർഡിങ്. ബോർഡിങ് ചെയ്യാൻ വേണ്ടി നമ്പർ 2-ലോട്ട് പോവാം. ഓക്കെ, ഫ്ലൈറ്റിലൊക്കെ നമ്പർ. ഓക്കെ, അപ്പം ഇത്ര നേരം ഓടി വന്നതിനും ഞങ്ങൾ 4 മണിക്ക് ട്രെയിനിൽ കയറാൻ പോയി. ഞാൻ 6 മണിക്ക് എത്തി പോവുകയാണ്. ഇൻഡിഗോ ഫ്ലൈറ്റ് പോകാൻ വേണ്ടി റെഡി ആയിരുന്നു. നമ്പർ 2 ഗേറ്റിലോട്ട്. എവിടെയാണ് ഗേറ്റ്? ലാസ്റ്റ് സൈഡിലാണ് നമ്പർ 2 ഗേറ്റ്. നമ്പർ 2 കണ്ടുപിടിച്ചു. VIP റൂം, നമ്പർ 2 ഗേറ്റ് എല്ലാം ഉണ്ട്. നമ്മുടെ ഗേറ്റിലാണ് നമ്മുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു. എയർ ഇന്ത്യ. ഓക്കെ, അപ്പം നമ്മുടെ ബോർഡിംഗ് ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. എയർ ഇന്ത്യ ബാംഗ്ലൂരിനാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നമുക്ക് 1 സ്റ്റോപ്പാണ്. ബാംഗ്ലൂരിൽ 1 സ്റ്റോപ്പ് കഴിഞ്ഞ് അവിടുന്ന് വേറെ ഫ്ലൈറ്റാണ് ഹൈദരാബാദിൽ പോകുന്നത്. നമുക്ക് ബാക്കിയുള്ള ഇത് നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് എത്തിയിരിക്കുകയാണ്. ഈ വണ്ടിയിൽ നമ്മൾ പോകണം. ഓക്കെ, ഫ്ലൈറ്റ് എത്തിയിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഷ്റൂം വരെ പോകും. വാഷ്റൂം വന്ന് കഴിഞ്ഞിട്ട് വാഷ്റൂം പോയിട്ട് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, വാഷ്റൂം എത്തി. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് എൻട്രി കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഗൈസ്. സൈഡ് സീറ്റല്ല കിട്ടിയിരുന്നത്. സൈഡ് വ്യൂ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് പോകുമ്പോൾ നമുക്ക് സൈഡ് വ്യൂ എടുക്കണം. അതും 8:30 ഫ്ലൈറ്റ് 9:30 മണിയായി. ലേറ്റ് വന്ന കാര്യമായി. ഫ്ലൈറ്റും കുറച്ച് ഡിലേ ആയി. ലേറ്റായിട്ടാണ് വന്നത്. ഓക്കെ, ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ എത്തി. എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഹൈദരാബാദ്. ഓക്കെ.
ഫ്ലൈറ്റ് അവിടുന്ന് ടേക്ക് ഓഫിന് പോയിക്കൊണ്ടിരിക്കുക. വിസ്താര ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നത്. നമ്മളെ കൊണ്ടുപോകാനുള്ള ബസ് വന്നിട്ട് കളറ് മാറ്റിയെടുത്തു. എയർ ഇന്ത്യ ഫ്ലൈറ്റ് കളറ് മാറ്റിയെടുത്തു. അല്ല, എയർ ഇന്ത്യയുടെ റെഡ് കളറായി.